എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഈഫൽ ടവർ. പാരീസിലെ ഈഫൽ ടവറിലാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ചത്. 2024 ഫെബ്രുവരിയിൽ ദയാനന്ദ സരസ്വതിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആചരിച്ചത്? 2024 ഫെബ്രുവരിയിൽ ദയാനന്ദ സരസ്വതിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആചരിച്ചത്? 200ാമത്തെ. 2024 ഫെബ്രുവരിയിൽ ദയാനന്ദ സരസ്വതിയുടെ 200ാമത്തെ ജന്മവാർഷികമാണ് ആചരിച്ചത്. രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് പദ്ധതികളെല്ലാം ഒരു സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന കേന്ദ്ര പദ്ധതി. രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് പദ്ധതികളെല്ലാം ഒരു സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന കേന്ദ്ര പദ്ധതി PM ഗതിശക്തി. PM ഗതിശക്തി പദ്ധതിയാണ് രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് പദ്ധതികളെല്ലാം ഒരു സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന കേന്ദ്ര പദ്ധതി. ഇന്ത്യയുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറിയായി നിയമിതനായത്. ഇന്ത്യയുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറിയായി നിയമിതനായത് സഞ്ജയ് ജാജു. സഞ്ജയ് ജാജു ആണ് ഇന്ത്യയുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറിയായി നിയമിതനായത്. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ വായുശക്തി 2024 വേദി. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ വായുശക്തി 2024 വേദി പൊഖ്രാൻ. പൊഖ്രാനിലായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ വായുശക്തി 2024 വേദി. 2024 ഓസ്ട്രേലിയൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ഇൻ ദി ജനറൽ ഡിവിഷൻ ലഭിച്ച മലയാളി. 2024 ഓസ്ട്രേലിയൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ഇൻ ദി ജനറൽ ഡിവിഷൻ ലഭിച്ച മലയാളി ഡോക്ടർ കുരുവിള മാത്യു. ഡോക്ടർ കുരുവിള മാത്യുവിനാണ് 2024 ഓസ്ട്രേലിയൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ഇൻ ദി ജനറൽ ഡിവിഷൻ ലഭിച്ചത്. സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ പുതുക്കിയ ഓണറേറിയം. സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ പുതുക്കിയ ഓണറേറിയം 7,000 രൂപയാണ് സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ പുതുക്കിയ ഓണറേറിയം. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് 3DS ആണ് 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം. ഇന്ത്യൻ ആർമി ഇന്ത്യൻ വ്യോമസേനയുമായി നടത്തിയ സൈനികാഭ്യാസം. ഇന്ത്യൻ ആർമി ഇന്ത്യൻ വ്യോമസേനയുമായി നടത്തിയ സൈനികാഭ്യാസം ഡെവിൾ സ്ട്രൈക്ക്. ഡെവിൾ സ്ട്രൈക്ക് ആണ് ഇന്ത്യൻ ആർമി ഇന്ത്യൻ വ്യോമസേനയുമായി നടത്തിയ സൈനിക അഭ്യാസം. 2024 ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ ഷൂട്ടർ. 2024 ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ ഷൂട്ടർ അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്രയാണ് 2024 ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിന്റെ ഭാഗമാകുന്നത്. ആസിയാൻ ടൂറിസം ഫോറം ATF 2024 വേദി. ആസിയാൻ ടൂറിസം ഫോറം 2024 വേദി ലാവോസ്. ലാവോസിലാണ് ആസിയാൻ ടൂറിസം ഫോറം 2024 വേദി. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ സെയിലർ. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ സെയിലർ വിഷ്ണു ശരവണൻ. വിഷ്ണു ശരവണനാണ് 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ സെയിലർ. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ്. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അരകവ്യൂഹം. അരകവ്യൂഹമാണ് കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ്. ഡിമെൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി. ഡിമെൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി ഓർമ്മത്തോണി. ഓർമ്മത്തോണി പദ്ധതിയാണ് ഡിമെൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി. ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം
2023 ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 93. ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യക്ക് 93-ാം സ്ഥാനമാണ്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഈ വർഷത്തെ പൊതുയോഗത്തിന് വേദിയാകുന്ന രാജ്യം. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഈ വർഷത്തെ പൊതുയോഗത്തിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്ക. ശ്രീലങ്കയാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഈ വർഷത്തെ പൊതുയോഗത്തിന് വേദിയാകുന്ന രാജ്യം. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധന. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ടാണ് നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധന. ഇന്ത്യയിൽ ആദ്യമായി സെൽ കൾച്ചറിലൂടെ ലാബോറട്ടറിയിൽ മത്സ്യമാംസം വളർത്തിയെടുക്കുന്നതിനുള്ള ഗവേഷണം നടത്തുന്ന സ്ഥാപനം. ഇന്ത്യയിൽ ആദ്യമായി സെൽ കൾച്ചറിലൂടെ ലാബോറട്ടറിയിൽ മത്സ്യമാംസം വളർത്തിയെടുക്കുന്നതിനുള്ള ഗവേഷണം നടത്തുന്ന സ്ഥാപനം കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം, കൊച്ചി. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊച്ചിയാണ് ഇന്ത്യയിൽ ആദ്യമായി സെൽ കൾച്ചറിലൂടെ ലാബോറട്ടറിയിൽ മത്സ്യമാംസം വളർത്തിയെടുക്കുന്നതിനുള്ള ഗവേഷണം നടത്തുന്ന സ്ഥാപനം. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി സ്നേഹഹസ്തം. സ്നേഹഹസ്തം പദ്ധതിയാണ് സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. മലേഷ്യയുടെ പുതിയ രാജാവായി ചുമതലയേറ്റത്. മലേഷ്യയുടെ പുതിയ രാജാവായി ചുമതലയേറ്റത് ഇബ്രാഹിം ഇസ്കന്ദർ. ഇബ്രാഹിം ഇസ്കന്ദറാണ് മലേഷ്യയുടെ പുതിയ രാജാവായി ചുമതലയേറ്റത്. 2024 ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. 2024 ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് 2024 ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷം കഠിന തടവ് ലഭിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി. ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷം കഠിന തടവ് ലഭിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ഇമ്രാൻഖാനാണ് ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷം കഠിന തടവ് ലഭിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി. 2024 ഇന്റർനാഷണൽ കയാക്കിംഗ് ടൂർണമെന്റിന് വേദിയാകുന്നത്. 2024 ഇന്റർനാഷണൽ കയാക്കിംഗ് ടൂർണമെന്റിന് വേദിയാകുന്നത് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് 2024 ഇന്റർനാഷണൽ കയാക്കിംഗ് ടൂർണമെന്റിന് വേദിയാകുന്നത്. അയോധ്യയിലേക്ക് കേരളത്തിൽ നിന്നും ആരംഭിച്ച ആദ്യത്തെ സ്പെഷ്യൽ ട്രെയിൻ. അയോധ്യയിലേക്ക് കേരളത്തിൽ നിന്നും ആരംഭിച്ച ആദ്യത്തെ സ്പെഷ്യൽ ട്രെയിൻ ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ. ആസ്ഥ സ്പെഷ്യൽ ട്രെയിനാണ് അയോധ്യയിലേക്ക് കേരളത്തിൽ നിന്നും ആരംഭിച്ച ആദ്യത്തെ സ്പെഷ്യൽ ട്രെയിൻ. ഇന്ത്യക്ക് 31 അത്യാധുനിക പ്രിഡേറ്റർ ഡ്രോണുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകുന്നതിനുള്ള സുപ്രധാന കരാറിന് അനുമതി നൽകിയ രാജ്യം. ഇന്ത്യക്ക് 31 അത്യാധുനിക പ്രിഡേറ്റർ ഡ്രോണുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകുന്നതിനുള്ള സുപ്രധാന കരാറിന് അനുമതി നൽകിയ രാജ്യം USA. USA ആണ് ഇന്ത്യക്ക് 31 അത്യാധുനിക പ്രിഡേറ്റർ ഡ്രോണുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകുന്നതിനുള്ള സുപ്രധാന കരാറിന് അനുമതി നൽകിയ രാജ്യം. മികച്ച മലയാളി ഗവേഷകർ വികസിത രാജ്യങ്ങളിലേക്ക് പോകുന്നത് തടയാൻ കേരള സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി. മികച്ച മലയാളി ഗവേഷകർ വികസിത രാജ്യങ്ങളിലേക്ക് പോകുന്നത് തടയാൻ കേരള സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ബ്രെയിൻ ഗെയിൻ. ബ്രെയിൻ ഗെയിൻ പദ്ധതിയാണ് മികച്ച മലയാളി ഗവേഷകർ വികസിത രാജ്യങ്ങളിലേക്ക് പോകുന്നത് തടയാൻ കേരള സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി. പ്രായം കുറഞ്ഞ ചുവപ്പുകുള്ളൻ നക്ഷത്രങ്ങൾ എം ഡ്വാർഫ് പുറപ്പെടുവിക്കുന്ന പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യത്തിൻ്റെ അതിവേഗ പ്രവാഹത്തിൻ്റെ സൂചനകൾ ആദ്യമായി കണ്ടെത്തിയ മലയാളി ഗവേഷകൻ. പ്രായം കുറഞ്ഞ ചുവപ്പ് കുള്ളൻ നക്ഷത്രങ്ങൾ അഥവാ എം ഡ്വാർഫ് പുറപ്പെടുവിക്കുന്ന പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യത്തിൻ്റെ അതിവേഗ പ്രവാഹത്തിൻ്റെ സൂചനകൾ ആദ്യമായി കണ്ടെത്തിയ മലയാളി ഗവേഷകൻ ഡോക്ടർ അതുൽ മോഹൻ. ഡോക്ടർ അതുൽ മോഹനാണ് പ്രായം കുറഞ്ഞ ചുവപ്പുകുള്ളൻ നക്ഷത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യത്തിൻ്റെ അതിവേഗ പ്രവാഹത്തിൻ്റെ സൂചനകൾ ആദ്യമായി കണ്ടെത്തിയ മലയാളി ഗവേഷകൻ.
മാനസിക ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവർക്ക് പുനരധിവാസത്തിനായി സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ നടപ്പാക്കുന്ന പദ്ധതി. മാനസിക ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവർക്ക് പുനരധിവാസത്തിനായി സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ നടപ്പാക്കുന്ന പദ്ധതി സംയോജിത പുനരധിവാസ ഗ്രാമം പദ്ധതി. സംയോജിത പുനരധിവാസ ഗ്രാമം പദ്ധതിയാണ് മാനസിക ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവർക്ക് പുനരധിവാസത്തിനായി സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ നടപ്പാക്കുന്ന പദ്ധതി. സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് കരിക്കകം. തിരുവനന്തപുരത്തെ കരിക്കകത്താണ് സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത്. സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോളിൽ സംയുക്ത ജേതാക്കളായത്. സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോളിൽ സംയുക്ത ജേതാക്കളായത് ഇന്ത്യയും ബംഗ്ലാദേശും. ഇന്ത്യയും ബംഗ്ലാദേശുമാണ് സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോളിൽ സംയുക്ത ജേതാക്കളായത്. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക്. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോട്. കോഴിക്കോടിലെ മാനാഞ്ചിറ സ്ക്വയറാണ് സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക്. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല വയനാട്. വയനാടാണ് കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ലോക പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ മലയാളി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ലോക പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ മലയാളി എ രാമചന്ദ്രൻ. എ രാമചന്ദ്രനാണ് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ലോക പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ മലയാളി. 2024 20 ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിനായി പദ്ധതി പ്രഖ്യാപിച്ച കമ്പനി. 2024 20 ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിനായി പദ്ധതി പ്രഖ്യാപിച്ച കമ്പനി മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റാണ് 2024 20 ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിനായി പദ്ധതി പ്രഖ്യാപിച്ച കമ്പനി. ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും അടങ്ങിയ സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയ നാസയുടെ ബഹിരാകാശ ദൗത്യം. ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും അടങ്ങിയ സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയ നാസയുടെ ബഹിരാകാശ ദൗത്യം ഒസിരിസ് റെക്സ്. ഒസിരിസ് റെക്സ് ദൗത്യമാണ് ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും അടങ്ങിയ സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയ നാസയുടെ ബഹിരാകാശ ദൗത്യം. ഇന്ത്യയും ഏത് അയൽരാജ്യവും തമ്മിലുള്ള പദ്ധതിയാണ് കലഡാൻ മൾട്ടി മോഡൽ ഗതാഗത പദ്ധതി. കലഡാൻ മൾട്ടി മോഡൽ പ്രോജക്റ്റ്. ഇന്ത്യയും ഏത് അയൽരാജ്യവും തമ്മിലുള്ള പദ്ധതിയാണ് കലഡാൻ മൾട്ടി മോഡൽ ഗതാഗത പദ്ധതി. ഇന്ത്യയും മ്യാൻമറും. ഇന്ത്യയും മ്യാൻമറും തമ്മിലുള്ള ഗതാഗത പദ്ധതിയാണ് കലഡാൻ മൾട്ടി മോഡൽ ഗതാഗത പദ്ധതി. 2024 ഫെബ്രുവരിയിൽ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ. 2024 ഫെബ്രുവരിയിൽ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ PV നരസിംഹറാവുവും ചൗധരി ചരൺ സിംഗും. PV നരസിംഹറാവുവും ചൗധരി ചരൺ സിംഗുമാണ് 2024 ഫെബ്രുവരിയിൽ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ. പുരുഷ ടെന്നീസിൽ 1ാം റാങ്ക് നേടുന്ന പ്രായം കൂടിയ താരം. പുരുഷ ടെന്നീസിൽ 1ാം റാങ്ക് നേടുന്ന പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ. രോഹൻ ബൊപ്പണ്ണയാണ് പുരുഷ ടെന്നീസിൽ 1ാം റാങ്ക് നേടുന്ന പ്രായം കൂടിയ താരം. 2023 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ. 2023 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഖത്തർ. ഖത്തറാണ് 2023 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ പോസ്റ്റർ ഒട്ടിച്ചും ചുവരെഴുതിയും വികൃതമാക്കിയാൽ 1 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമം. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ പോസ്റ്റർ ഒട്ടിച്ചും ചുവരെഴുതിയും വികൃതമാക്കിയാൽ 1 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമം കേരള പ്രിവെൻഷൻ ഓഫ് ഡീഫേസ്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി ബിൽ 2024. കേരള പ്രിവെൻഷൻ ഓഫ് ഡീഫേസ്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി ബിൽ 2024 ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ പോസ്റ്റർ ഒട്ടിച്ചും ചുവരെഴുതിയും വികൃതമാക്കിയാൽ 1 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമം. കേരള പ്രിവെൻഷൻ ഓഫ് ഡീഫേസ്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി ബിൽ 2024. 2024 ഫെബ്രുവരിയിൽ അംബേദ്കർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ബാബാ സാഹേബ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത്. 2024 ഫെബ്രുവരിയിൽ അംബേദ്കർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ബാബാ സാഹേബ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത് ചെറുവയൽ രാമൻ. ചെറുവയൽ രാമനാണ് 2024 ഫെബ്രുവരിയിൽ
അംബേദ്കർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ബാബാ സാഹേബ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത്? 2024 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ. 2024 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഓസ്ട്രേലിയ. ഫൈനലിൽ ഇന്ത്യയാണ് ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയത്. 2024 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഓസ്ട്രേലിയ. 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിയും ഭാര്യയുമാണ് ദയാമരണം സ്വീകരിച്ചത്? 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിയും ഭാര്യയുമാണ് ദയാമരണം സ്വീകരിച്ചത്? നെതർലൻഡ്സ്. 2024 ഫെബ്രുവരിയിൽ നെതർലൻഡ്സിലെ മുൻ പ്രധാനമന്ത്രിയും ഭാര്യയുമാണ് ദയാമരണം സ്വീകരിച്ചത്. ഓസ്കറിൽ പുതുതായി ഉൾപ്പെടുത്തിയ അവാർഡ് വിഭാഗം. ഓസ്കറിൽ പുതുതായി ഉൾപ്പെടുത്തിയ അവാർഡ് വിഭാഗം കാസ്റ്റിംഗ് ഡയറക്ടർ. 2026 മുതലാണ് നൽകി തുടങ്ങുക. ഓസ്കാറിൽ പുതുതായി ഉൾപ്പെടുത്തിയ അവാർഡ് വിഭാഗമാണ് കാസ്റ്റിംഗ് ഡയറക്ടർ. ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്ന നഗരം. ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്ന നഗരം ദുബായ്. UAE ദുബായിലാണ് ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് നവാഫ് സലാം. നവാഫ് സലാമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ്. 2024 ഫെബ്രുവരിയിൽ UPI പേയ്മെൻറ്റ് സേവനം ആരംഭിച്ച രാജ്യങ്ങൾ. 2024 ഫെബ്രുവരിയിൽ UPI പേയ്മെൻറ്റ് സേവനം ആരംഭിച്ച രാജ്യങ്ങൾ ശ്രീലങ്കയും മൗറീഷ്യസും. ശ്രീലങ്കയും മൗറീഷ്യസുമാണ് 2024 ഫെബ്രുവരിയിൽ UPI പേയ്മെൻറ്റ് സേവനം ആരംഭിച്ച രാജ്യങ്ങൾ. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം കേരളം. കേരളമാണ് ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം. 2024 ഫെബ്രുവരിയിൽ യുവക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ രാജ്യം. 2024 ഫെബ്രുവരിയിൽ യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ രാജ്യം മ്യാൻമാർ. മ്യാൻമറിലാണ് 2024 ഫെബ്രുവരിയിൽ യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 5ാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന ജില്ല. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 5ാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന ജില്ല എറണാകുളം. എറണാകുളമാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 5ാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.